തികച്ചും സ്വകാര്യ താല്പര്യങ്ങൾക്കും വൻകിട മുതലാളിമാർക്കും വൻകിട സംരംഭകർക്കും അവരെ പോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു ഭരണ സംവിധാനത്തിന് ഒരിക്കലും കേരളത്തെ അംഗീകരിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ കഴിയില്ല. മോദി സർക്കാരിൻ്റെ 3ാം ബഡ്ജറ്റാണ് ഇപ്പോൾ ഇന്നലെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിൽ കേരളത്തിന് വല്ലാത്ത അവഗണനയാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതിന് സാറിൻ്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കേരളം പോലുള്ളൊരു സംസ്ഥാനത്തെ ഒരിക്കലും ഇവിടെ നിൽക്കുന്ന ഭരണ സംവിധാനത്തെ, ഭരണകൂടത്തെ, ഇവിടുത്തെ സെക്യുലറായിട്ടുള്ള ജനജീവിതത്തെ, ജനാധിപത്യം അങ്ങേയറ്റം കാത്തു സൂക്ഷിക്കണം ശ്രമിക്കുന്ന ഭരണം നിലനിൽക്കുന്ന സംസ്ഥാനത്തെ ഒരിക്കലും മോദി ഗവൺമെൻറ്റിന് അംഗീകരിക്കാനാവില്ല. തീർച്ചയായിട്ടും ഒരു ഫാസിസത്തിൻ്റെ ലൈനിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു മതാധിഷ്ഠിതമായ ഫാസിസത്തിൻ്റെ ഒരു ലൈനിലൂടെയാണ് ഗവൺമെൻറ് പോകുന്നത്, കേന്ദ്ര ഗവൺമെൻറ് പോകുന്നത്. അവിടെ ജനാധിപത്യ മൂല്യങ്ങൾക്കോ മറ്റുള്ള സെക്യുലർ സംരക്ഷണത്തിനോ ഒന്നും അവരെന്ത് ചെയ്യുന്നില്ല, പ്രാധാന്യം കൊടുക്കുന്നില്ല. തികച്ചും സ്വകാര്യ താല്പര്യങ്ങൾക്കും വൻകിട മുതലാളിമാർക്കും വൻകിട സംരംഭകർക്കും അവരെ പോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു ഭരണ സംവിധാനത്തിന് ഒരിക്കലും കേരളത്തെ അംഗീകരിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ കഴിയില്ല. ഇത് വളരെ നിരാശാജനകമായ ഒരു കാര്യമാണ്. എയിംസ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കേന്ദ്രത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി കൊടുക്കുമ്പോഴും കേരളത്തിന് മാത്രമാണ് ഈ അവഗണന. തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേരിതമാണ്. ഇവിടെ ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്നു, പിണറായി വിജയൻ്റെ സർക്കാർ നിലനിൽക്കുന്നു. അത് വളരെ ജനോപകാരപ്രദമായ ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ഏത് സ്ത്രീ സുരക്ഷയിലായാലും അതിൻ്റെ സെക്യുലർ ഒരു അറ്റ്മോസ്ഫിയർ നിലനിർത്തുന്ന കാര്യത്തിലായാലും എല്ലാം ഇന്ന് കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ്. ഈ പോളിസിയെ, ഈ ഒരു ജനകീയ ഒരു അടിത്തറയെ, ജനങ്ങൾ കൂടെ നിൽക്കുന്ന ഒരു സംസ്ഥാന ഭരണ സംവിധാനത്തിൻ്റെ അടിത്തറയെ ഇളക്കിക്കളയുക എന്നുള്ള ഒരു താല്പര്യം, ഒരു നിഗൂഢ താല്പര്യം ഈ മോദി സർക്കാർ വെച്ച് പുലർത്തുന്നുണ്ട്. അത് തികച്ചും പ്രതിഷേധാർഹമാണ്, പ്രതിഷേധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അതിനെതിരെ സമൂഹവും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം. അതാണ് എൻ്റെ അഭിപ്രായം.